ഹോർമൂസ് കടലിടുക്കിൽ പുതിയ നിയന്ത്രണ സംവിധാനം കൊണ്ടുവരാൻ ഇറാൻ തീരുമാനിച്ചതായി ഭരണകൂടം അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്കായി പുതിയ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉടൻ നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ തീരുമാനം ലോകരാജ്യങ്ങളെയും എണ്ണ വിപണിയെയും വലിയ ശ്രദ്ധയോടെയാണ് കാണുന്നത്. പുതിയ സംവിധാനത്തിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ സേവന നിരക്ക് ഈടാക്കും. കൂടാതെ ഇറാനുമായി സൗഹൃദപരമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് മാത്രമേ പൂർണ്ണമായ അനുമതി നൽകുകയുള്ളൂ എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെതിരെ സൈനിക നടപടിയെ പിന്തുണച്ച രാജ്യങ്ങൾക്ക് നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കുമെന്നും ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായി ഇറാനെതിരെ ശക്തമായ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് എളുപ്പത്തിൽ പ്രവേശനം അനുവദിക്കില്ല എന്നാണ് പുതിയ സൂചന. ഹോർമൂസ് കടലിടുക്ക് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കടൽപാതയാണ്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള വലിയൊരു വിഹിതം എണ്ണയും പ്രകൃതിവാതകവും ഈ പാതയിലൂടെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. ആയതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ആഗോള എണ്ണവിലയെ ബാധിക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ മേഖലയിലെ സംഘർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമായതോടെ ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയും ഉയർന്നു. പല രാജ്യങ്ങളും അവരുടെ വ്യാപാര കപ്പലുകളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇറാൻ കൊണ്ടുവരുന്ന പുതിയ സംവിധാനം ലോകരാജ്യങ്ങൾക്ക് ഒരു വ്യക്തമായ സന്ദേശമാണ് വിലയിരുത്തപ്പെടുന്നത്. ഞങ്ങളുമായി സഹകരിക്കുന്നവർക്ക് മാത്രമേ പൂർണ്ണ സൗകര്യം ലഭിക്കൂ എന്ന നിലപാടാണ് ഇറാൻ തുറന്നു പറയുന്നത്. ഇറാന്റെ അഭിപ്രായത്തിൽ ഹോർമൂസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിലും സുരക്ഷ ഉറപ്പാക്കുന്നതിലും തങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ആയതിനാൽ ഈ മേഖല ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ചില നിയമങ്ങൾ പാലിക്കണമെന്നും ആവശ്യമായ സേവനങ്ങൾക്ക് പണം നൽകണമെന്നും ഭരണകൂടം പറയുന്നു. പുതിയ സംവിധാനത്തിന്റെ ഭാഗമായി കപ്പലുകളുടെ പരിശോധന, യാത്രാനുമതി, സുരക്ഷാ നിരീക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾ മുൻകൂട്ടി വിവരങ്ങൾ നൽകേണ്ട സാഹചര്യം വരാനും സാധ്യതയുണ്ട്. അതേസമയം നിയന്ത്രണങ്ങൾ ശക്തമാകുന്നതിനൊപ്പം ഇറാൻ ചില രാജ്യങ്ങളുമായി സഹകരണം തുടരുകയും ചെയ്യുന്നു. ചൈനയ്ക്ക് ശേഷം ഇപ്പോൾ പാകിസ്ഥാൻ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ കപ്പലുകൾക്കും ഇറാൻ കടന്നുപോകാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളുമായി നല്ല ബന്ധം തുടരാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്ന് സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ചൈന ഇറാന്റെ പ്രധാന സാമ്പത്തിക പങ്കാളികളിലൊന്നാണ്. എണ്ണ വ്യാപാരത്തിലും നിക്ഷേപ മേഖലയിലും ഇരു രാജ്യങ്ങളും അടുത്ത ബന്ധം തുടരുന്നുണ്ട്. ആയതിനാൽ ചൈനീസ് കപ്പലുകൾക്ക് മുൻഗണന നൽകുന്നത് അത്ഭുതകരമല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പാകിസ്ഥാനും ഇറാനും അയൽ രാജ്യങ്ങളായതിനാൽ ഇരു രാജ്യങ്ങളും പല വിഷയങ്ങളിലും സഹകരണം തുടരുന്നുണ്ട്. ജപ്പാനും പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന രാജ്യമാണ്. ആയതിനാൽ ജപ്പാന്റെ കപ്പലുകൾക്ക് അനുമതി നൽകിയത് സാമ്പത്തിക കാരണങ്ങൾ ഒന്നാകാമെന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ പുതിയ തീരുമാനം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ പ്രധാന ചർച്ച. പ്രത്യേകിച്ച് ഇറാനെതിരെ സൈനിക നടപടിയെ പിന്തുണച്ച രാജ്യങ്ങൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ വലിയ വെല്ലുവിളിയാകും. ഹോർമൂസ് കടലിടുക്കിലൂടെ ദിവസേന ആയിരക്കണക്കിന് കപ്പലുകളാണ് കടന്നുപോകുന്നത്. എണ്ണ ടാങ്കറുകൾ, ചരക്ക് കപ്പലുകൾ, വാണിജ്യ കപ്പലുകൾ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ വ്യാപാരം ഈ പാതയെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ആയതിനാൽ ഇവിടെ കടുത്ത നിയന്ത്രണങ്ങൾ വന്നാൽ ലോക വ്യാപാരത്തെ വലിയ ബാധ്യത ഉണ്ടാക്കും. ആഗോള എണ്ണവില ഉയരാനുള്ള സാധ്യതയും ഇതോടെ ശക്തമാകുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണയായി എണ്ണവില വർദ്ധിക്കാറുണ്ട്. കാരണം എണ്ണ വിതരണം വൈകുമെന്ന ഭയം വിപണിയിലുണ്ടാക്കും. ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണയെ ആശ്രയിക്കുന്നവയാണ്. ആയതിനാൽ ഹോർമൂസ് കടലിടുക്കിലെ പുതിയ നിയന്ത്രണങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാനും ഇടയുണ്ട്. എണ്ണവില കൂടിയാൽ ഇന്ധനവിലയും സാധനങ്ങളുടെ വിലയും വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചില വിദഗ്ധർ പറയുന്നത് ഇറാൻ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് വെറും സുരക്ഷാ നടപടിയല്ല, രാഷ്ട്രീയ സന്ദേശവുമാണെന്നാണ്. ലോകരാജ്യങ്ങളുടെ സ്വന്തം ശക്തിയും നിയന്ത്രണ ശേഷിയും കാണിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നാണ് അവരുടെ വിലയിരുത്തൽ. അതേസമയം ചില രാജ്യങ്ങൾ സമാധാനപരമായ പരിഹാരമാണ് ആവശ്യപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്ക് പോലുള്ള അന്താരാഷ്ട്ര വ്യാപാര പാതകൾ എല്ലാവർക്കും സുരക്ഷിതമായി തുറന്നിരിക്കണമെന്ന് പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഈ കടൽപാതയിൽ വീണ്ടും സംഘർഷം ശക്തമായ അതിന്റെ പ്രതിഫലനം ലോകമെമ്പാടും അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഇറാനും മറ്റു രാജ്യങ്ങളും സൂക്ഷ്മമായ സമീപനം സ്വീകരിക്കണമെന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആവശ്യം. ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഹോർമൂസ് കടലിടുക്കിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ഇറാന്റെ പുതിയ നിയന്ത്രണ സംവിധാനം എങ്ങനെ നടപ്പിലാക്കും, ഏതെല്ലാം രാജ്യങ്ങൾക്കാണ് അനുമതി ലഭിക്കുക, ആഗോള വ്യാപാരത്തെ ഇത് എത്രത്തോളം ബാധിക്കും എന്നീ കാര്യങ്ങളാണ് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകുക. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.